വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ മലപ്പുറം കൽപ്പകഞ്ചേരി സ്വദേശി മുഹമ്മദ് ഇക്ബാലിനെതിരെ കേസെടുത്ത പോലീസ്. തിരൂരിലെത്തി തമിഴ്നാട് സ്വദേശിയ യുവതി പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി. തിരൂരിൽ ഒരാഴ്ചയോളം ഒരുമിച്ച് താമസിച്ചതിന് ശേഷം യുവാവ് മുങ്ങുകയായിരുന്നു എന്നാണ് യുവതിയുടെ മൊഴി. ആദ്യം ഒരു പ്രതികരണത്തിൽ, ഞാനൊരു വ്യക്തിയെ തടഞ്ഞിട്ട് വന്നതാണ്. അവൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ, കാഞ്ഞിരക്കൊല്ല ചെക്കന. ഞങ്ങൾ 4 കൊല്ലത്തിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട് പ്രേമത്തിലായിരുന്നു. ഒരു 1.5 കൊല്ലത്തിന് മുമ്പ് അവനോട് പറയായിരുന്നു എനിക്ക് ഇങ്ങനെ അധികം ക്യാഷ് ഉണ്ടെന്നില്ല, എന്നെ കെട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു മഞ്ഞച്ചരട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതെന്നെ കെട്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ മരിക്കും, ഇങ്ങനെയൊക്കെ എന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഇനി മരിക്കേണ്ടെന്ന് വെച്ചിട്ട് കെട്ടി. 1-ാം തീയതി ആഗസ്റ്റ് തൊട്ട് 6-ാം തീയതി വരെ അവൻ എൻ്റെ കൂടെ ആയിരുന്നു. ഇതൊക്കെ ഫേക്കാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോണിൽ നിന്ന് അവനെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നത് എൻ്റെ കയ്യിലുണ്ട് റൂമിലെടുത്തിരുന്നപ്പോൾ. പിന്നെ അവന് കെട്ടിയ താലി എൻ്റെ കഴുത്തിലുണ്ട്. എനിക്ക് അവനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവനെ മറ്റൊരു പണി ഞാൻ വിട്ടുകൊടുക്കത്തില്ല. 13-ാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു, അവന് വരും എന്നിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പരാജയപ്പെട്ടപ്പോൾ അവർ 10-ാം തീയതി അവൻ ഗൾഫിലേക്ക് പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അവൻ ഇവിടെ തന്നെ ഉണ്ട്, ഗൾഫിലേക്ക് പോയിട്ടില്ല. സമീർ ബിൻ കരീം വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. സമീർ, ഈ പരാതിക്കാരി തമിഴ്നാട് സ്വദേശിനിയാണോ? ഇവർ ഈ വിവാഹം കഴിപ്പിച്ച് അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഇവരെ കൊണ്ട് ഇയാൾ മലപ്പുറത്തേക്ക് എത്തി പിന്നീട് മുങ്ങി എന്നാണോ യുവതി പറയുന്നത്? എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം? സുഹൈലി, കന്യാകുമാരി സ്വദേശിനിയായിട്ടുള്ള യുവതിയാണ് മുഹമ്മദ് ഇക്ബാലിനെതിരെ പരാതിയുമായി തിരൂർ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. 4 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ മുഹമ്മദ് ഇക്ബാലും യുവതിയും തമ്മിൽ പരിചയപ്പെടുന്നത്. പിന്നാലെ ഇവർ പ്രണയത്തിലാവുകയായിരുന്നു. അതിനുശേഷം ഇക്കഴിഞ്ഞ 1-ാം തീയതിയാണ് യുവതി തിരൂരിലെത്തുന്നത്. അതുവരെ യുവാവ് വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്ന് യുവാവ് എത്തിയത് അറിഞ്ഞതിന് ശേഷമാണ് യുവതി ഇവിടെ എത്തുന്നത്. പിന്നാലെ ഒരാഴ്ചയോളം തിരൂരിലുള്ള ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ ലോഡ്ജിൽ ഇവർ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. പിന്നാലെ വിവാഹം കഴിക്കാമെന്നൊക്കെ തന്നെ യുവതിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിനുശേഷം ഈ യുവാവ് മുങ്ങി എന്നുള്ളതാണ് യുവതിയുടെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നാലെ യുവാവിനെ കുറിച്ച് ഒരു വിവരവും ലഭ്യമാകുന്നില്ല, മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്നുള്ളതാണ് യുവതി പറയുന്നത്. പിന്നാലെ ഈ യുവാവിന്റെ വീട്ടിലേക്ക് യുവതി എത്തുകയായിരുന്നു. ഒരു സമയത്താണ് മറ്റൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യം ഈ യുവതി മനസ്സിലാക്കുന്നത്. ഇതോടുകൂടിയാണ് തിരൂർ പോലീസിൽ പരാതിയുമായി സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തിരൂർ പോലീസ് മുഹമ്മദ് ഇക്ബാലിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഈ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ ഉള്ള ഒരു പരാതി യുവതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ യുവാവിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് യുവതി ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഇയാൾ ഒളിവിലാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്, വിദേശത്തേക്ക് കടന്നു എന്നുള്ളതുമാണ് പോലീസ് പറയുന്നത്. പക്ഷേ യുവതി പറയുന്നത് ഈ യുവാവ് വിദേശത്തേക്ക് കടന്നിട്ടില്ല, നാട്ടിൽ തന്നെ തുടരുന്നുണ്ട്. പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള ചില സംരക്ഷണ കവചം ഒരുക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഈ യുവതി ഉന്നയിക്കുന്നുണ്ട്. സുഹൈൽ.